അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷം നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതൊരു യാദൃശ്ചികതയല്ല. ചിലപ്പോൾ മനുഷ്യൻ തൻ്റെ വേദനകൾ ആരോടും പറയാനാവാതെ ഉള്ളിലൊതുക്കി മൗനമായി കരയുമ്പോൾ ആശ്വാസത്തിൻ്റെ ഒരു തണുപ്പായി അല്ലാഹു നിങ്ങളിലേക്ക് എത്തിക്കുന്ന സന്ദേശമായിരിക്കാം ഇത്. ഒരിക്കലെങ്കിലും രാത്രിയുടെ നിശബ്ദതയിൽ ഹൃദയം നൊന്ത് നിങ്ങൾ സ്വയം ചോദിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇത്രമേൽ കഠിനമാകുന്നത്? എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ പോലും എന്നെ തനിച്ചാക്കി പോകുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാൻ വൈകുന്നത്? പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആത്മീയ രഹസ്യം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. അല്ലാഹു തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാസന്മാരെ വളർത്തുന്നത് സുഖസൗകര്യങ്ങളുടെ പൂമത്തയിലല്ല, മറിച്ച് പരീക്ഷണങ്ങളുടെ അഗ്നിപഥങ്ങളിലൂടെയാണ്. നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ചുറ്റും ആളിപ്പടരുന്ന തീജ്വാലകൾക്ക് നടുവിൽ നിൽക്കുമ്പോഴും ഇബ്രാഹിം നബി അലൈഹിസലാം തനിച്ചായിരുന്നില്ല. ശത്രുക്കളുടെ മൂർച്ചയുള്ള വാളുകൾക്ക് മുന്നിൽ നിൽക്കുമ്പോഴും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്കായിരുന്നില്ല. കാരണം ലോകം മുഴുവൻ കൈവിട്ടാലും അവരെ ചേർത്തുപിടിക്കാൻ കരുത്തുള്ള ഒരു മഹാവാക്യം അവരുടെ പക്കലുണ്ടായിരുന്നു. കത്തുന്ന അഗ്നിയെ കുളിർമയുള്ള പൂന്തോട്ടമാക്കുന്ന ഒരു വാക്ക്, ആകുലത നിറഞ്ഞ ഹൃദയങ്ങളെ സമാധാനത്തിൻ്റെ തീരമണയിക്കുന്നൊരു വാക്ക്, അഭയമില്ലാത്തവന് അല്ലാഹുവിൻ്റെ സംരക്ഷണമൊരുക്കുന്ന ആ മഹത്തായ വാക്ക്, അതാണ് ഹസ്ബുനല്ലാഹു വനഅമൽ വക്കീൽ. ഞങ്ങൾക്ക് അല്ലാഹു മതി, ഭരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ അവൻ മാത്രമാണ്. ഇന്ന് ഈ വീഡിയോയിലൂടെ ആ വചനത്തിനു പിന്നിലെ ആത്മീയ രഹസ്യങ്ങൾ നമുക്ക് തിരയാം. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളാകുന്ന തീക്കിണറുകളെ സ്വർഗീയ പൂന്തോട്ടങ്ങളാക്കി മാറ്റാൻ ശേഷിയുള്ള ആ മാറ്റത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം തുറന്നത് കേൾക്കുക. കാരണം ഇത് വെറുമൊരു പ്രസംഗമല്ല, തളർന്നുപോയ നിങ്ങളുടെ ആത്മാവിനുള്ള ഒരു മരുന്നാണ്. നിങ്ങളുടെ ജീവിതം ഒരു ഇരുണ്ട ഗുഹയിലൂടെയുള്ള യാത്രയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആരും സഹായിക്കാനില്ലെന്നും എല്ലാവരും കൈവിട്ടെന്നും ഓർത്ത് നിങ്ങൾ തളർന്നിരിക്കുകയാണോ? എങ്കിൽ കേൾക്കുക. പ്രപഞ്ചത്തിൻ്റെ സകല ഭാരങ്ങളും ഇറക്കിവെക്കാൻ അല്ലാഹു നമുക്ക് സമ്മാനിച്ച ഒരു ആത്മീയ സിംഹാസനമാണ്. നീ തനിച്ചാണെന്ന് തോന്നുമ്പോൾ ഓർക്കുക, നിന്റെ ഹൃദയമിടിപ്പിനേക്കാൾ അടുത്തായി നിന്റെ റബ്ബ് അവിടെയുണ്ട്. നമ്മൾ പലപ്പോഴും ആകുലപ്പെടാറുണ്ട്, എൻ്റെ കൂടെ ആരുമില്ല എന്ന്. എന്നാൽ ആകാശഭൂമികളുടെ സർവാധിപൻ നിന്റെ പേര് ചൊല്ലി വിളിക്കുമ്പോൾ, നിന്റെ ഓരോ നിശ്വാസത്തിലും അവൻ്റെ കാവലുണ്ടാകുമ്പോൾ നീ എങ്ങനെയാണ് ഒറ്റയ്ക്കാവുക? കടലിൻ്റെ തിരമാലകൾ പോലെ സങ്കടങ്ങൾ ആഞ്ഞടിക്കുമ്പോഴും പതറാതെ പിടിച്ചു നിൽക്കാൻ നമുക്ക് നൽകപ്പെട്ട അഭയസ്ഥാനമാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. അല്ലാഹു എനിക്ക് മതി, ഭരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ അവൻ മാത്രമാണ്. ഈ വചനത്തിനു പിന്നിലെ ആത്മീയ രഹസ്യങ്ങളിലേക്കും അത് എങ്ങനെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും എന്നതിലേക്കും നമുക്കൊന്ന് കണ്ണോടിക്കാം. ചരിത്രത്തിൻ്റെ മഞ്ഞുമൂടിയ താളുകളിലേക്കൊന്ന് കണ്ണോടിക്കൂ. അവിടെ ഒരു മനുഷ്യൻ ഏകനായി നിൽക്കുന്നു. ചുറ്റും ആളിയാർക്കുന്ന അഗ്നിപർവ്വതം പോലെ നമ്രൂദിൻ്റെ പടുകൂറ്റൻ അഗ്നികുണ്ഡം. ആകാശത്തോളം ഉയരുന്ന തീജ്വാലകൾക്കിടയിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എറിയപ്പെടുകയാണ്. ശത്രുക്കൾ ആർപ്പു വിളിക്കുന്നു, സഹായിക്കാൻ ഭൂമിയിൽ ആരുമില്ലാത്ത നിമിഷം. അപ്പോഴാണ് ആകാശത്തിൻ്റെ വാതിലുകൾ തുറന്നുകൊണ്ട് മലക്കുകളുടെ നേതാവ് ജിബ്രീൽ അലൈഹിസ്സലാം പറന്നിറങ്ങിയത്. കോടിക്കണക്കിന് നക്ഷത്രങ്ങളെക്കാൾ തിളക്കമുള്ള ആ ചിറകുകൾക്കിടയിൽ നിന്ന് അദ്ദേഹം ചോദിച്ചു, ഓ ഇബ്രാഹിം, നിങ്ങൾക്കെൻ്റെ വല്ല സഹായവും വേണോ? ഒരു ചിറകടി കൊണ്ട് ഈ അഗ്നിയെ എനിക്ക് അണച്ചു തരാം. മരണത്തിൻ്റെ വക്കിൽ നിൽക്കുമ്പോഴും ആ കത്തുന്ന തീനാളങ്ങൾക്കിടയിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നൽകിയ മറുപടി ഇന്നും പ്രപഞ്ചത്തിൽ പ്രതിധ്വനിക്കുന്നുണ്ട്. ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ. എനിക്കെൻ്റെ അല്ലാഹു മാത്രം മതി, അവൻ എത്ര നല്ല വക്കീലാണ്. ജിബ്രീൽ എന്ന പ്രബലനായ മലക്കിൻ്റെ ചിറകുകളേക്കാൾ പ്രപഞ്ചനാഥൻ്റെ ആ ഒരു നോട്ടമാണ് എനിക്ക് വലുതെന്ന് അദ്ദേഹം ലോകത്തോട് പ്രഖ്യാപിച്ചു. അവിടെയാണ് അത്ഭുതം സംഭവിക്കുന്നത്. പ്രകൃതി നിയമപ്രകാരം തീയുടെ സ്വഭാവം കരിക്കുക എന്നതാണല്ലോ. എന്നാൽ ആ വചനം ഇബ്രാഹിം നബിയുടെ ചുണ്ടിൽ നിന്ന് ഉതിർന്നു വീണ ആ നിമിഷം സ്രഷ്ടാവ് തീയോട് കൽപ്പിച്ചു, ഓ തീയെ, നീ ഇബ്രാഹീമിന് തണുപ്പും സമാധാനവുമായി മാറുക. തീ കത്തുന്നുണ്ടായിരുന്നു, പക്ഷേ കരിച്ചില്ല. പകരം അതൊരു സ്വർഗീയ പൂന്തോട്ടമായി മാറി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങളാകുന്ന അഗ്നികുണ്ഡങ്ങളെ തണുപ്പുള്ള പൂന്തോട്ടങ്ങളാക്കി മാറ്റാൻ ഇന്നും ആ ഒരൊറ്റ വചനത്തിന് കഴിയും. ലോകം നിങ്ങളെ എരിക്കാൻ ശ്രമിക്കുമ്പോൾ ആ വചനം നിങ്ങളുടെ നാവിലുണ്ടെങ്കിൽ നിങ്ങൾക്കും അത്ഭുതം പ്രതീക്ഷിക്കാം.
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും അനുചാരന്മാരുടെയും ജീവിതത്തിലേക്ക് നോക്കൂ. ഉഹദ് യുദ്ധത്തിന് ശേഷം മുസ്ലിങ്ങൾ വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു. ശത്രുക്കൾ വീണ്ടും വമ്പിച്ച സൈന്യവുമായി വരുന്നുവെന്നും അവർ നിങ്ങളെ തകർക്കാൻ ഒരുങ്ങുകയാണെന്നും ചിലർ വന്ന് പേടിപ്പിച്ചു. അതൊരു സാധാരണ ഭയമായിരുന്നില്ല. മറിച്ച് ശത്രുക്കളുടെ എണ്ണവും ആയുധബലവും കണ്ട് ആരുമൊന്ന് തളർന്നു പോകുന്ന നിമിഷം. എന്നാൽ ആ വാർത്ത കേട്ടപ്പോൾ മുത്തുനബിയും സഹാബത്തും കൂടുതൽ കഴുത്തരാവുകയാണ് ചെയ്തത്. ആ മണലാരണ്യത്തിൽ അവർ ഒരേ സ്വരത്തിൽ പ്രഖ്യാപിച്ചു, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഞങ്ങൾക്ക് അല്ലാഹു മതി, ഭരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ അവൻ മാത്രമാണ്. അല്ലാഹു ഖുർആനിലൂടെ ഈ സംഭവത്തെ ഇപ്രകാരം വിശേഷിപ്പിച്ചു: ജനങ്ങളെല്ലാം നിങ്ങൾക്കെതിരെ ഒരുമിച്ചു കൂടിയിരിക്കുന്നു, അവരെ ഭയപ്പെടുക എന്ന് അവരോട് പറയപ്പെട്ടപ്പോൾ അതവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അല്ലാഹു മതി, ഭരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ അവൻ തന്നെ. അവിടെയാണ് അത്ഭുതം സംഭവിച്ചത്. ഭയപ്പെടുത്താൻ വന്നവർ തോറ്റു പിന്മാറി. അല്ലാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹത്തോടും കരുണയോടും കൂടി അവർ മടങ്ങിപ്പോന്നു. അവർക്ക് ഒരു ദോഷവും സ്പർശിച്ചില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ കത്തുന്ന തീയിൽ നിന്ന് രക്ഷപ്പെട്ടതും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ശത്രുക്കളുടെ കടന്നാക്രമത്തിൽ നിന്ന് സുരക്ഷിതരായതും ഈ ഒരൊറ്റ വാക്കിലൂന്നിയ വിശ്വാസം കൊണ്ടാണ്. ഈ രണ്ട് ചരിത്രങ്ങളും ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പാഠം ഇതാണ്. ഒരു വശത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീയിലൂടെ കടന്നു പോകുമ്പോൾ ആ വചനം ഉരുവിട്ടു. മറുവശത്ത് പ്രിയ പ്രവാചകൻ ശത്രുക്കളുടെ വാളുകൾക്ക് മുന്നിൽ നിന്ന് അത് പ്രഖ്യാപിച്ചു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലെ തീ ആയാലും ശരി, ശത്രുക്കളായാലും ശരി, ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അല്ലാഹു നിങ്ങളെയും ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിൽ സഹായിക്കും. നമ്മുടെ ഈ കൊച്ചു ദുനിയാവിലെ നിയമങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. നീതി നിഷേധിക്കപ്പെടുമ്പോഴോ ഒരു കേസിൽ അകപ്പെടുമ്പോഴോ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്താണ്? നഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ, തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു വക്കീലിനെ നമ്മൾ തിരയും. ലക്ഷങ്ങൾ ഫീസ് നൽകും. എന്നിട്ടും ആ വക്കീല് ജയിക്കുമെന്ന് നമുക്ക് 100% ഉറപ്പില്ല. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ ഹൃദയത്തിലെ സങ്കടങ്ങൾക്കും നിന്നെ ചതിച്ചവർക്കും നിന്റെ അഭിമാനത്തെ മുറിപ്പെടുത്തിയവർക്കുമെതിരെ നീ ആരെയാണ് വക്കീലായി നിശ്ചയിച്ചിട്ടുള്ളത്? നിന്നെ വേദനിപ്പിച്ച സാഹചര്യങ്ങൾക്ക് മുന്നിൽ നീ നിസ്സഹായനാകുമ്പോൾ, ലോകം നിന്നെ വിരൽ ചൂണ്ടി പരിഹസിക്കുമ്പോൾ, നീ ആകാശത്തേക്ക് നോക്കി നിഅമൽ വക്കീൽ എന്ന് വിളിച്ചു നോക്കൂ. അവിടെയാണ് അത്ഭുതം. പ്രപഞ്ചത്തിൻ്റെ വിധി എഴുതുന്നവൻ, സകല നിയമങ്ങളുടെയും ഉടമസ്ഥൻ നിന്റെ കേസ് നേരിട്ട് ഏറ്റെടുക്കുകയാണ്. ലോകം മുഴുവൻ നിനക്കെതിരെ തിരിഞ്ഞാലും അല്ലാഹു നിന്റെ കേസ് ഏറ്റെടുത്താൽ പിന്നെ ആർക്കാണ് നിന്നെ തോൽപ്പിക്കാൻ കഴിയുക? നിന്നെ തകർക്കാൻ വരുന്ന രോഗമായാലും കടബാധ്യതയായാലും ശത്രുക്കളുടെ ചതിയായാലും അവയ്ക്കും നിനക്കുമിടയിൽ അല്ലാഹു ഒരു പ്രതിരോധ മതിൽ തീർക്കുകയാണ്. പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥൻ നിന്റെ വക്കീലാകുമ്പോൾ പിന്നെ ഏത് ശക്തിക്കാണ് നിന്നെ തോൽപ്പിക്കാൻ കഴിയുക? നീ തോറ്റുപോയി എന്ന് ലോകം വിധി എഴുതുമ്പോൾ അല്ലാഹു നിന്റെ കേസ് ഏറ്റെടുത്ത് നിനക്ക് വിജയം നൽകുന്നത് കാണുമ്പോൾ ലോകം അത്ഭുതപ്പെടും. അതാണ് അല്ലാഹുവിനെ വക്കീലാക്കുന്നവൻ്റെ കരുത്ത്. ആത്മീയതയുടെ ഉന്നതികൾ കീഴടക്കിയ സൂഫി വര്യന്മാർ പറഞ്ഞു തരുന്ന മനോഹരമായ ഒരു സത്യമുണ്ട്. നിന്റെ ഉള്ളിലെ ഞാൻ എന്ന അഹങ്കാരം എപ്പോൾ മരിക്കുന്നുവോ അപ്പോൾ മാത്രമാണ് അവൻ അഥവാ അല്ലാഹു നിന്റെ ഹൃദയത്തിൽ ഉദിച്ചുയരുന്നത്. ഹസ്ബി അല്ലാഹു എന്ന് നീ ഓരോ തവണ ഉരുവിടുമ്പോഴും നീ നിന്റെ സർവ്വ ആയുധങ്ങളും താഴെ വയ്ക്കുകയാണ്. എനിക്കെൻ്റെ മിടുക്കില്ല, എനിക്കെൻ്റെ ബുദ്ധിയില്ല, എനിക്കെൻ്റെ സമ്പത്തിലോ സ്വാധീനത്തിലോ വിശ്വാസമില്ല, എനിക്കെൻ്റെ അല്ലാഹു മാത്രം മതി എന്ന വിനീതമായ സമർപ്പണത്തിലേക്കാണ് നീ നടന്നു കയറുന്നത്. നിന്റെ ശൂന്യതയിലാണ് അല്ലാഹുവിൻ്റെ പൂർണ്ണത പ്രകടമാകുന്നത്. ഒരു കൈക്കുഞ്ഞ് തൻ്റെ ഉമ്മയുടെ നെഞ്ചോട് ചേർന്ന് കിടക്കുമ്പോൾ ആ കുഞ്ഞിന് നാളെയെക്കുറിച്ച് വല്ല പേടിയുമുണ്ടോ? നാളെ എനിക്ക് ഭക്ഷണം കിട്ടുമോ, ഉമ്മ എന്നെ സംരക്ഷിക്കുമോ എന്നാ കുഞ്ഞ് ആകുലപ്പെടുന്നുണ്ടോ? ഇല്ല. കാരണം ലോകത്തിലെ മറ്റെന്തിനേക്കാളും ഉപരിയായി തൻ്റെ ഉമ്മയുണ്ട് എന്ന ഉറച്ച ബോധ്യം ആ കുഞ്ഞിനുണ്ട്. ആ മാറിൽ കിടക്കുമ്പോൾ ആ കുഞ്ഞനുഭവിക്കുന്ന ഒരു സമാധാനമുണ്ട്. അതൊന്ന് ആലോചിച്ചു നോക്കൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഉമ്മയുടെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ ഒരു തുള്ളി മാത്രം ഇട്ടുകൊടുത്ത റബ്ബാണ് നിന്റെ റബ്ബ്. ഒരു ഉമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനോട് ഉള്ള സ്നേഹത്തേക്കാൾ 70,000 മടങ്ങ് കരുണയുള്ളവൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ നീ എന്തിനാണ് ഉറക്കം കളയുന്നത്? പ്രപഞ്ചം മുഴുവൻ നിനക്കെതിരെ ഗൂഢാലോചന നടത്തിയാലും ആ ഉമ്മയുടെ കൈകളിൽ സുരക്ഷിതനായിരിക്കുന്ന കുഞ്ഞിനെ പോലെ നിനക്കും ശാന്തനായിരിക്കാം. കാരണം നീ നിന്റെ ഭാരങ്ങളെല്ലാം നിന്റെ റബ്ബിനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ആ സമാധാനത്തിൻ്റെ പേരാണ് തവക്കുൽ. പ്രിയപ്പെട്ടവരെ, ലോകം നിനക്ക് മുന്നിൽ ഓരോ വാതിലുകളായി കൊട്ടിയടച്ചോ? നീ ജീവശ്വാസം പോലെ വിശ്വസിച്ചവർ നിന്റെ മുഖത്ത് നോക്കി പരിഹസിക്കുകയും
നിന്നെ പാതിവഴിയിൽ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തോ? നിന്റെ സ്വപ്നങ്ങൾ ഒരു ചില്ലുകൊട്ടാരം പോലെ തകർന്നു വീണ് അതിൻ്റെ ചില്ലുകൾ നിന്റെ ഹൃദയത്തിൽ മുറിവുകളേൽപ്പിച്ചോ? എങ്കിൽ നീ കരയരുത്, പകരം സന്തോഷിച്ചുകൊള്ളൂ. കാരണം ലോകം നിനക്ക് മുന്നിൽ വാതിലുകൾ അടക്കുന്നത് അല്ലാഹു തൻ്റെ വാതിൽ നിനക്ക് വേണ്ടി മാത്രം തുറക്കാൻ പോകുന്നതിൻ്റെ അടയാളമാണ്. മറ്റെല്ലാ വാതിലുകളും അടഞ്ഞാലേ നീ അവൻ്റെ വാതിലിൽ മുട്ടൂ എന്നവനറിയാം. മനുഷ്യരുടെ തോളുകളിൽ നീ ചായുമ്പോഴല്ല, മറിച്ച് നിന്റെ നെറ്റിത്തടം അവൻ്റെ മുന്നിൽ സുജൂദിലമരുമ്പോഴാണ് നീ ഏറ്റവും സുരക്ഷിതനാകുന്നത്. നിന്നെ എല്ലാവരും കൈവിട്ടത് നിന്നെ അവൻ്റേതു മാത്രമാക്കി മാറ്റാനാണ്. ഓർക്കുക, നിന്റെ ഓരോ തുള്ളി കണ്ണുനീരിനും ലോകത്തെ സകല മുത്തുകളെക്കാളും വിലയുണ്ട്. നീ തനിച്ചാണെന്ന് കരുതി വിതുമ്പുമ്പോൾ ആ കണ്ണുനീർ തുള്ളികൾ ഭൂമിയിൽ വീഴുന്നതിനു മുൻപേ നിന്റെ റബ്ബ് അതറിയുന്നുണ്ട്. നീ ഹസ്ബിയല്ലാഹ് എന്ന് ഓരോ തവണ വിറക്കുന്ന ചുണ്ടുകളോടെ മന്ത്രിക്കുമ്പോഴും നിന്റെ തോളിലെ ഓരോ ഭാരവും നീ പ്രപഞ്ചനാഥൻ്റെ ഖജനാവിലേക്ക് മാറ്റുകയാണ്. റബ്ബേ, ഇതെനിക്ക് താങ്ങാനാവുന്നില്ല, നീ ഇതേറ്റെടുക്കണേ എന്ന് നീ പറയുമ്പോൾ നിന്റെ ആകുലതകൾ അവൻ്റെ ഉത്തരവാദിത്വമായി മാറുന്നു. അന്ധകാരത്തിൻ്റെ അങ്ങേയറ്റക്കൽ ഒരു വലിയ പ്രകാശം നിന്നെ കാത്തിരിപ്പുണ്ട്. നീ അവൻ്റെ വാതിലിൽ മുട്ടുന്നത് നിർത്തരുത്. കാരണം അവൻ ഒരിക്കലും തൻ്റെ അതിഥിയെ വെറും കൈയോടെ മടക്കി അയക്കാറില്ല. നമുക്ക് ഇന്നു മുതൽ ഇങ്ങനെ തുടങ്ങാം. ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും ഈ വചനം ഒരു കവചമായി കൂടെ കൂട്ടാം. സന്ദർഭങ്ങൾ മാറാം, പക്ഷേ നമ്മുടെ അഭയസ്ഥാനം മാറരുത്. ഭയം നിന്റെ നിഴലായി പിന്തുടരുമ്പോൾ, ഹൃദയം പടപടാ മിടിക്കുമ്പോഴും നാളെ എന്ത് സംഭവിക്കും എന്നോർത്ത് നീ വിറയ്ക്കുമ്പോഴും ആകാശത്തേക്ക് നോക്കി പതറാതെ പറയുക, എൻ്റെ റബ്ബ് എനിക്കു മതി. കൊടുങ്കാറ്റുകൾക്കിടയിൽ ആടിയുലയുന്ന കപ്പലിന് ഒരു നങ്കൂരമെന്ന പോലെ ഈ വചനം നിന്റെ ഹൃദയത്തെ ശാന്തമാക്കും. പ്രപഞ്ചനാഥൻ കൂടെയുള്ളപ്പോൾ പേടിക്കാൻ ഈ ദുനിയാവിൽ മറ്റൊന്നുമില്ലെന്ന് ഉറപ്പിക്കുക. അപമാനത്തിൻ്റെ കയ്പുനീർ കുടിക്കേണ്ടി വരുമ്പോൾ, നീ ചെയ്യാത്ത തെറ്റിന് ലോകം നിന്നെ വിരൽ ചൂണ്ടുമ്പോൾ, പ്രിയപ്പെട്ടവർ നിന്നെ വാക്കുകൾ കൊണ്ട് മുറിവെടുത്തുമ്പോൾ, മറുപടി പറയാൻ നിൽക്കാതെ നിശബ്ദനായി നിന്റെ വക്കീലിനെ വിളിക്കുക. എനിക്ക് നീതി നേടിത്തരാൻ എൻ്റെ റബ്ബെന്ന വക്കീല് മതി എന്നുറപ്പിക്കുക. മനുഷ്യരുടെ കോടതികൾ തെറ്റായ വിധി പുറപ്പെടുവിച്ചേക്കാം, എന്നാൽ അല്ലാഹുവിൻ്റെ കോടതിയിൽ നീതി ഒരിക്കലും വൈകുന്നില്ല. നിന്റെ നിരപരാധിത്വം അവൻ ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ദാരിദ്ര്യവും ഇല്ലായ്മകളും വേട്ടയാടുമ്പോൾ, കൈകൾ ശൂന്യമാകുമ്പോഴും ആവശ്യങ്ങളേറുമ്പോഴും നിരാശനാകരുത്. ഭൂമിയിലെ സകല ഖജനാവുകളുടെയും താക്കോൽ കൈവശമുള്ളവനാണ് നിന്റെ റബ്ബ് എന്നോർക്കുക. അവൻ റസാഖാണ്. അവൻ നിന്നെ ഒരിക്കലും പട്ടിണിക്കിടില്ല. യാ അല്ലാഹ്, ഇറമ്പിയാർക്കുന്ന കടൽ പോലെ അശാന്തമായ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്റെ സ്മരണ കൊണ്ട് നീ ശാന്തമാക്കണമേ. ജീവിതത്തിൻ്റെ തിരമാലകളിൽ ഞങ്ങൾ തളർന്നു പോകുമ്പോൾ, പതറിപ്പോകുമ്പോൾ, ഹസ്ബി അല്ലാഹ് എന്ന ഉറച്ച നങ്കൂരമിട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. പലപ്പോഴും മനുഷ്യരുടെ മുന്നിൽ ഞങ്ങൾ നിസ്സഹായരായിട്ടുണ്ട്. എന്നാൽ നിന്റെ മുന്നിൽ അടിയറവ് വച്ച ഞങ്ങളെ നീ ഒരിക്കലും കൈവിടരുതേ. നീയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വക്കീല്. നീയാണ് ഞങ്ങളുടെ ഏക താങ്ങ്. ഈ ലോകത്ത് ആരുമില്ലാത്തവൻ്റെ തുണയും തണലും നീയാണല്ലോ റബ്ബേ. ഞങ്ങളുടെ രാത്രികളിലെ ഉറക്കം കെടുത്തുന്ന ആകുലതകളെ പ്രഭാതത്തിലെ ആശ്വാസത്തിൻ്റെ പുഞ്ചിരികളാക്കി നീ മാറ്റണമേ. നിന്റെ തീരുമാനങ്ങളിൽ തൃപ്തിയടയാനും നിന്റെ തണലിൽ അഭയം പ്രാപിക്കാനും ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ. കണ്ണുനീരിനെ പുണ്യമാക്കി മാറ്റുന്നവനെ, ഞങ്ങളുടെ ഈ എളിയ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.